ഗോതമ്പ് കൊണ്ടുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി ഇവിടെ ഇട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഇളക്കിയിട്ട് അതിൻ്റെ ഇത് പതുക്കെ ഒത്തിരി കുഴഞ്ഞു പോകാതെ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. ഞാൻ അതിൻ്റെ കൂട്ട് എങ്ങനെയാണ് കറക്റ്റ് എന്നുള്ളത് കാണിച്ചു തരാം. ഒരുമിച്ച് വെള്ളം ഒഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒഴിക്കുമ്പം ഓരോ തുള്ളികളായിട്ട് വേണം ഒഴിക്കാനായിട്ട്. കുറേശ്ശെ കയ്യിലിങ്ങനെ ഒഴിച്ചിട്ട് ഇളക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തും വെള്ളം വരുന്ന പോലെ വേണം ഇളക്കാൻ. അപ്പം ഇത് ഏകദേശം നമുക്ക് നമ്മുടെ പൊടി നനഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ഇപ്പം അത് ഓരോ ഉരുളയായിട്ട് നമ്മുടെ കൈ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് പാകമാണ്. നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. 2 മിനിറ്റിന് അടച്ചു വയ്ക്കാം. കുറ്റിയിൽ ഒരു ഹാഫ് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ച് വരട്ടെ. അപ്പം നമുക്ക് പുട്ടുകുറ്റിയിൽ പുട്ടൂടെ ആഡ് ചെയ്യാം. കുറ്റിയിൽ നമുക്ക് വയ്ക്കാം. പുട്ട് ആവി വരുന്നുണ്ട്. ഞാൻ കാണിച്ചില്ല. നല്ലതായിട്ട് ആവി വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് അടുപ്പിൽ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്.